നമസ്കാരം. കോഴിക്കോട് കാപ്പാട് തീരത്ത് സുനാമി മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് പരന്ന പരിഭ്രാന്തി ഒടുവിൽ ഔദ്യോഗിക മോക്ക് ഡ്രിൽ എന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെയാണ് ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രമായ ഇൻകോയ്സിന്റെ അടിയന്തര സന്ദേശം ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ ലഭിക്കുന്നത്. കടലിൽ അസാധാരണമായ രീതിയിൽ തിരമാലകൾ ഉയരുകയും ആകാശം ഇരുണ്ടു മൂടുകയും ചെയ്തതോടെ സുനാമി സാധ്യതയുണ്ടെന്നായിരുന്നു സന്ദേശം. ഉടൻ തന്നെ താലൂക്ക്, വില്ലേജ്, ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിലേക്ക് വിവരങ്ങൾ കൈമാറുകയും തീരപ്രദേശത്ത് അപായ സാരണകൾ മുഴങ്ങുകയും ചെയ്തു. പിന്നാലെ പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ, തദ്ദേശ സ്ഥാപനങ്ങൾ, ആരോഗ്യവകുപ്പ് എന്നിവരുടെ ആംബുലൻസുകളും വാഹനങ്ങളും കാപ്പാട് തീരത്തേക്ക് കുതിച്ചെത്തി. കിടപ്പ് രോഗികൾ, വയോജനങ്ങൾ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകി അതിവേഗമാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം വിവിധ വകുപ്പുകളുടെ ഏകോപനവും രക്ഷാപ്രവർത്തനങ്ങളുടെ വേഗതയും പരിശോധിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം നടത്തിയ ഈ മോക്ക് ഡ്രിൽ പൂർണ്ണ വിജയമായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. പൊതുജനങ്ങൾ ആരും തന്നെ വ്യാജ വാർത്തകൾ കണ്ട് ഭയപ്പെടേണ്ടതില്ലെന്നും കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കേരള തീരത്ത് സുനാമി ഭീഷണി ഇല്ലെങ്കിലും അതിരൂക്ഷമായ കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് റെഡ് അലർട്ട് തുടരുകയാണ്. കടൽ ഉൾവലിയുന്നതിനും പെട്ടെന്ന് വൻ തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറുന്നതിനും സാധ്യത ഉള്ളതിനാൽ വലിയ ജാഗ്രതയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സുരക്ഷ മുൻനിർത്തി സംസ്ഥാനത്തെ മുഴുവൻ ബീച്ചുകളിലേക്കും വിനോദസഞ്ചാരികൾ പ്രവേശിക്കുന്നത് അധികൃതർ പൂർണ്ണമായി നിരോധിച്ചു. ബീച്ചുകളിലെ കടൽപ്പാലങ്ങളിൽ കയറുന്നതിനും കർശന വിലക്കുണ്ട്. നാളെ വ്യാഴാഴ്ച വൈകുന്നേരം വരെ കേരള തീരത്ത് 1.1 മീറ്റർ മുതൽ 1.8 മീറ്റർ വരെ ഉയരത്തിൽ സമുദ്രത്തോത് ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് ഇൻകോയ്സ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. താഴ്ന്ന തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതിനാൽ കാവാലൻ, സൈറൻ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുത്. വള്ളങ്ങളും ബോട്ടുകളും ഹാർബറുകളിൽ തമ്മിൽ ഇടിക്കാത്ത രീതിയിൽ സുരക്ഷിതമായി കെട്ടിയിടണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സ്വാധീന ഫലമായി ഇന്ന് വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ മധ്യ തെക്കൻ കേരളത്തിൽ ഇന്ന് വലിയ തോതിലുള്ള മഴ ഉണ്ടാകില്ല. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടവിട്ടുള്ള ചാറ്റൽ മഴയ്ക്ക് മാത്രമാണ് സാധ്യത. എന്നാൽ ഈ വർഷത്തെ ഓണാഘോഷങ്ങളെ മഴ പൂർണ്ണമായും നിഴലിലാക്കുമെന്നാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചോതി നക്ഷത്രമായ ഇന്ന് മുതൽ ഓഗസ്റ്റ് 20 വരെ വലിയ പ്രകോപനമില്ലാത്ത കാലാവസ്ഥയായിരിക്കുമെങ്കിലും ഓഗസ്റ്റ് 24 പൂരാടം ദിവസം മുതൽ മഴ വൻതോതിൽ ശക്തമാകും. തിരുവോണ നാളായ ഓഗസ്റ്റ് 26 ഉത്രാടം, അവിട്ടം, ചതയം ദിവസങ്ങളിലും വടക്കൻ മധ്യ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിക്കുന്നത്. ഇത് ഓണ വിപണിയും പൊതു ഇടങ്ങളിലെ പൂക്കള മത്സരങ്ങളെയും സാംസ്കാരിക ഘോഷയാത്രകളെയും കാര്യമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികളും പൊതുജനങ്ങളും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ 24 മണിക്കൂറിൽ 64.5 mm മുതൽ 115.5 mm വരെയുള്ള ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യത. വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലും കാറ്റിനും സാധ്യത ഉള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയില്ലെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ ഒറ്റപ്പെട്ട ചാറ്റൽ മഴയ്ക്കോ തത്സമയ സൺഷൈൻ തിമിർപ്പുകൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. അന്തരീക്ഷ ഈർപ്പം 75% കൂടുതൽ ഉയർന്നു നിൽക്കുന്നതിനാൽ മഴ പെയ്യാത്ത സമയങ്ങളിൽ കടുത്ത ഉഷ്ണവും അസ്വസ്ഥതയും അനുഭവപ്പെടാം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം നിലവിൽ പശ്ചിമ ബംഗാൾ, ബീഹാർ മേഖലകളിലേക്ക് നീങ്ങുകയാണെങ്കിലും ഇതിന്റെ സ്വാധീനത്താൽ കേരളത്തിലേക്ക് ഈർപ്പമുള്ള കാറ്റ് വീശുന്നുണ്ട്. ഓഗസ്റ്റ് 20 മുതൽ 23 വരെ ഈ ദിവസങ്ങളിൽ വലിയ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സംസ്ഥാനത്ത് പരക്കെ സാധാരണ രീതിയിലുള്ള മൺസൂൺ മഴ തുടരും. പസഫിക് മേഖലയിലെയും ബംഗാൾ ഉൾക്കടലിലെയും ആഗോള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം പൂരാടം ദിവസം മുതൽ മഴ വീണ്ടും ശക്തമാകും. ഉത്രാടം ഓഗസ്റ്റ് 25, തിരുവോണം ഓഗസ്റ്റ് 26 ദിവസങ്ങളിൽ വടക്കൻ മധ്യ കേരളത്തിൽ മഴ കനക്കാൻ സാധ്യത ഉള്ളതിനാൽ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. മൺസൂൺ കാറ്റുകൾ വടക്കൻ തീരത്തേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ പല ഭാഗങ്ങളിലും നിലവിൽ ശാന്തമായതോ ഇടവിട്ടുള്ളതോ ആയ മഴ പെയ്യുകയാണ്. പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് കിടക്കുന്ന വയനാട്, പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ കിഴക്കൻ അതിർത്തികളിൽ അന്തരീക്ഷം പൂർണ്ണമായും കാർമേഘാവൃതമാണ്. ഇവിടെ വരും മണിക്കൂറുകളിൽ പെട്ടെന്ന് മഴ പെയ്യാവുന്ന രീതിയിലാണ് മേഘങ്ങളുടെ ഘടന. തൃശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിലവിൽ ആകാശം ഭാഗികമായി തെളിഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ അന്തരീക്ഷത്തിൽ ഈർപ്പത്തിന്റെ അളവ് 80% മുകളിലായതിനാൽ കടുത്ത ഉഷ്ണവും അനുഭവപ്പെടുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം, അതായത് 2 മണിക്ക് ശേഷം സൂര്യതാപം മൂലം രൂപപ്പെടുന്ന പ്രാദേശിക മേഘങ്ങൾ കാരണം മധ്യ തെക്കൻ കേരളത്തിലെ ഉൾനാടുകളിലും മലയോരങ്ങളിലും പെട്ടെന്ന് ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ സമയത്തുണ്ടാകുന്ന മഴ തുടർച്ചയായി പെയ്യുന്ന ഒന്നല്ല, പകരം 30 മിനിറ്റ് മുതൽ
1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ശക്തമായ പെയ്ത്തായിരിക്കും. ബംഗാൾ ഉൾക്കടലിലെ നിലവിലുള്ള ന്യൂനമർദ്ദം മധ്യ ഇന്ത്യയിലേക്ക് നീങ്ങിയതിനാൽ കേരള തീരത്തെ മൺസൂൺ പാത്തിയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് തുടർച്ചയായി കനത്ത മഴയ്ക്ക് പകരം ഇടവിട്ടുള്ള മഴയും ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമഴയായും മാറുവാൻ കാരണം. എന്നാൽ അറബിക്കടലിൽ നിന്നുള്ള പടിഞ്ഞാറൻ കാറ്റുകൾ വടക്കൻ തീരത്തേക്ക് ശക്തമായി വീശുന്നതിനാലാണ് കണ്ണൂരും കാസർഗോഡും ഇപ്പോഴും യെല്ലോ അലർട്ടിൽ തുടരുന്നത്. കേരളത്തിൽ നിലവിലുള്ള മഴയുടെ രീതിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ പ്രകടമാകുന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം നിലവിൽ പശ്ചിമ ബംഗാൾ, ബീഹാർ മേഖലകൾ കടന്ന് മധ്യ ഇന്ത്യയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി കേരള തീരത്തെ പരമ്പരാഗത കാലവർഷക്കാറ്റിന്റെ ശക്തിയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. ഇതുമൂലം സംസ്ഥാനത്തെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രളയ സമാനമായ വൻ പെയ്ത്തുകൾക്ക് നിലവിൽ സാധ്യതയില്ല. എന്നാൽ അറബിക്കടലിൽ നിന്നുള്ള പടിഞ്ഞാറൻ കാറ്റുകൾ വടക്കൻ കേരളത്തിലേക്ക് ഇപ്പോഴും സജീവമായി വീശുന്നത് കൊണ്ടാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇപ്പോഴും യെല്ലോ അലർട്ടിൽ തുടരുന്നത്. വടക്കൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ഇടവിട്ടുള്ള സാധാരണ മഴ തുടരുകയാണ്. സംസ്ഥാനത്ത് ഈ മഴ മാറി നിൽക്കുന്ന മധ്യതെക്കൻ ജില്ലകളിൽ നിലവിൽ കടുത്ത അന്തരീക്ഷ ഉഷ്ണമാണ് അനുഭവപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് അഥവാ ഹ്യൂമിഡിറ്റി 80% മുകളിൽ ഉയർന്നതാണ് ഇതിന് കാരണം. എന്നാൽ ഈ ചൂട് വരും മണിക്കൂറുകളിൽ പെട്ടെന്നുള്ള ഇടിമിന്നൽ മഴയ്ക്ക് കാരണമായേക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. ഉച്ചയ്ക്ക് ശേഷം, അതായത് 2 മണിക്ക് ശേഷം സൂര്യതാപം മൂലം അന്തരീക്ഷത്തിൽ പെട്ടെന്ന് രൂപപ്പെടുന്ന പ്രാദേശിക മേഘങ്ങൾ അഥവാ കൺവെക്റ്റീവ് ക്ലൗഡ്സ് കാരണം തെക്കൻ കേരളത്തിലെ ഉൾനാടുകളിലും കിഴക്കൻ മലയോരങ്ങളിലും ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ പെട്ടെന്നുള്ള കനത്ത പെയ്ത്ത് ചിലയിടങ്ങളിൽ ചെറിയ തോതിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കിയേക്കും. അതിനാൽ ഉച്ചയ്ക്ക് ശേഷം ജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വീണ്ടും രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്നും വീശിയടിക്കുന്ന വരണ്ട കാറ്റ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയുടെ വ്യാപനം തടയുകയാണ്. നിലവിലെ മഴക്കുറവ് കൂടുതൽ രൂക്ഷമാകാനും സെപ്റ്റംബറോടെ ഉണ്ടാകേണ്ട മൺസൂണിന്റെ തിരിച്ചുവരവ് വൈകിപ്പിക്കുവാനും ഈ കാലാവസ്ഥ വ്യതിയാനം കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യക്ക് മുകളിൽ വായു സമ്മർദ്ദം ശക്തിപ്പെടുന്നതാണ് മൺസൂണിന്റെ സ്വാഭാവിക മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്നത്. ഇതോടെ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് വലിയ തോതിൽ കുറഞ്ഞു. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, NCR, രാജസ്ഥാൻ, ഗുജറാത്ത്, പശ്ചിമ മധ്യപ്രദേശ് എന്നീ പ്രദേശങ്ങളിൽ വരണ്ട വടക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ ആധിപത്യം ശക്തമായിരിക്കുകയാണ്. ഇത് ഈ മേഖലകളിൽ മഴയുടെ സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കി. അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്ന വരണ്ട വായു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങളുടെ ഉൾനാടൻ മുന്നേറ്റത്തെ പരിമിതപ്പെടുത്തും. ഇന്ത്യയിൽ ഉടനീളം വ്യാപകമായ മഴ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ഇത്തരം പ്രതിഭാസങ്ങളാണ്. എന്നാൽ വരണ്ട കാറ്റ് ശക്തമാകുന്നതോടെ ഇവയ്ക്ക് കരയിലേക്ക് കൂടുതൽ സഞ്ചരിക്കാൻ സാധിക്കാതെ വരുന്നു. ഇതിന്റെ ഫലമായി രാജ്യത്തിന്റെ കിഴക്കൻ മധ്യമേഖലകളിൽ മാത്രമായി മഴ പരിമിതപ്പെടുവാനാണ് സാധ്യത.